എല്ലാവരും അടുത്ത ഹെഡിങ് കൊടുക്കുക, ഡൈനാമിക് ട്രങ്കിങ് പ്രോട്ടോകോൾ. ഡൈനാമിക് തുടങ്ങിയോളാം, സ്റ്റാർട്ട് ചെയ്തോളാം. ജസ്റ്റ് ഇതേ പറഞ്ഞോളൂ, ഹെഡിങ് പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഡൈനാമിക് ട്രങ്കിങ് പ്രോട്ടോകോൾ. ഡൈനാമിക് ട്രങ്കിങ് പ്രോട്ടോകോൾ. Dynamic trunking protocol is a Cisco proprietary protocol used to negotiate a trunk link. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ ചെയ്തത്? ട്രങ്ക് ആക്കാൻ വേണ്ടിയിട്ട് മാനുവലി നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു? കമാൻഡ് പറഞ്ഞു കൊടുത്തു അല്ലെ? സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്നുള്ള കമാൻഡ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കമാൻഡ് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കേബിൾ എടുത്ത് കണക്ട് ചെയ്താൽ തന്നെ അത് സ്വമേധയാ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി എന്താവും? ഡൈനാമിക്കലി എന്താവും? ട്രങ്ക് ആവും. ബിറ്റ്വീൻ ഓർഡർ സീരീസ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. ലേറ്റസ്റ്റ് സീരീസിനകത്തെല്ലാം തന്നെ എന്ത് എനേബിൾഡ് ആണ്? ഡൈനാമിക് ട്രങ്കിങ് പ്രോട്ടോകോൾ എനേബിൾഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് സ്വിച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി? ഒരു ക്രോസ് കേബിൾ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർട്ടിനകത്താണോ കണക്ട് ചെയ്യുന്നത് ആ പോർട്ടുകൾ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? ട്രങ്ക് ആയിക്കോളും. നിങ്ങളായിട്ട് എന്തിന്റെ ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സ്വിച്ചസ് തമ്മിൽ ചുമ്മാ ഒരു കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി എന്താവും? DTP സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ ഒരു ക്രോസ് കേബിൾ എടുത്ത് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കലി ട്രങ്ക് ആവുന്നു. പറഞ്ഞ പോലെ മനസ്സിലായോ? എന്താണ്? ലേറ്റസ്റ്റ് ഡിവൈസിനകത്ത് അങ്ങനെയൊന്നുമില്ല. ക്രോസും സ്ട്രൈറ്റ് ഒന്നും പ്രശ്നമല്ല. ബട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുമ്പോൾ സ്ട്രൈറ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുക. സെയിം ഡിവൈസ് ആണെങ്കിൽ ക്രോസ് കേബിളും, ഡിഫറെന്റ് ഡിവൈസ് ആണെങ്കിൽ സ്ട്രൈറ്റ് എന്ന് പഠിക്കുക. ബിക്കോസ് നമ്മൾ എല്ലാ ഫേമിൽ പോകുമ്പോഴും എല്ലാം ലേറ്റസ്റ്റ് സീരീസ് ആയിരിക്കണമെന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് കാണിച്ചാൽ ഞാൻ ഒരു പഠിക്കുന്ന രീതി പഠിക്കുക. നിങ്ങൾ റിയൽ ടൈമിലോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് പോർട്ടുകൾ, അപ്പൊ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പോർട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു പോർട്ടാണ് സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് അല്ലെ? പോർട്ട് മോഡ് ആക്സസ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെക്കുക, സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് അഥവാ ആക്സസ് പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്ത് വിളിക്കാം? ആക്സസ് പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പം ബൈ ഡിഫോൾട്ട് ഒരു സ്വിച്ചിനകത്തുള്ള പോർട്ടുകൾ എന്തായിരിക്കും? ആക്സസ് പോർട്ട് ആയിരിക്കും. ഈ DTP എനേബിൾഡ് അല്ലാത്ത ഡിവൈസിനെ കേസാ പറയുന്നുണ്ടോ? ബൈ ഡിഫോൾട്ട് എല്ലാ പോർട്ടുകൾ എന്തായിരിക്കും? ആക്സസ് പോർട്ട് ആയിരിക്കും. ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ VLAN ഇൻഫർമേഷൻ മാത്രം കടന്നു പോകുന്ന പോർട്ടുകളെ വിളിക്കുന്ന പേരാണ് ആക്സസ് പോർട്ട്. നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തത് എന്താണ്? സിംഗിൾ VLANിലെ കടന്നു പോകുന്നത്. നമ്മൾ ഒരു പോർട്ട് ഒരു VLANിലോട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സിംഗിൾ VLANന്റെ ഉടമസ്ഥയിലായിരിക്കും എന്നാ മെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം മെയിനിൽ സെറ്റ് ചെയ്യുക, ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ VLAN ഇൻഫർമേഷൻ മാത്രം കടന്നു പോകുന്ന പോർട്ടുകളായിരിക്കും. അത് എന്തായിരിക്കില്ല? ഒരിക്കലും ട്രങ്ക് പോർട്ട് ആയിരിക്കില്ല. അത് നമ്മൾ ട്രങ്ക് ആക്കി കഴിഞ്ഞാൽ മോഡ് ചേഞ്ച് ആവും അല്ലേ? അപ്പൊ ഇവിടെ എന്ത് റൺ ചെയ്യില്ല? DTP ഇവിടെ റൺ ചെയ്യോ? ഇല്ല. അപ്പൊ ആക്സസ് പോർട്ടിനകത്ത് എന്ത് റൺ ചെയ്യില്ല? DTP റൺ ചെയ്യില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് പോർട്ട്. ബൈ ഡിഫോൾട്ട് ഉള്ള പോർട്ട്. ഒരു സ്വിച്ചിനകത്ത് വരുന്ന 24 പോർട്ടും ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും? ആക്സസ് പോർട്ട് ആയിരിക്കും. ഈ അടുത്ത പോർട്ട് വെച്ചാൽ ഇതിനകത്ത് DTP റൺ ചെയ്യില്ല. DTP മോഡ് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും ഈ ഒരു മോഡിനകത്ത്. അടുത്ത മോഡാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മോഡാണ്. എന്താണ്? മോഡ് ട്രങ്ക്. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. അപ്പോൾ DTP എവിടെ എനേബിൾഡ് ആയിരിക്കും? ട്രങ്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫിഗർ ഉണ്ടാകും, മനസ്സിലാവും. പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പോളജി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ട്രങ്ക് മോഡ് ആണെങ്കിൽ അവിടെ എന്ത് റൺ ചെയ്യും? DTP എന്തായിരിക്കും? ഓൺ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്തായിരിക്കും? ഓൺ ആയിരിക്കും. അത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ വരുന്ന ലേറ്റസ്റ്റ് വരുന്ന എല്ലാ സ്വിച്ചസിനകത്തും നമ്മുടെ എല്ലാ പോർട്ടുകളും ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും? ഡൈനാമിക് ഡിസൈറബിൾ മോഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ DTP എനേബിൾഡ് ആയി കിടക്കുന്ന മോഡ് ആയിരിക്കും ആ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പോർട്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ഡിറ്റക്ട് ചെയ്യും? DTP ഡിറ്റക്ട് ചെയ്യും. നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡൈനാമിക്കിന് അണ്ടറിൽ തന്നെ വരുന്ന ഒരു മോഡാണ് ഡൈനാമിക് ഓട്ടോ. ഇതാണ് ഡൈനാമിക് ഓട്ടോ. ഈ ഡൈനാമിക് ഓട്ടോയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഡിസൈറബിൾ മോഡിന് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ DTP മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ട് ഡൈനാമിക് ഡിസൈറബിൾ ആണെങ്കിൽ. ഓക്കെ, DTP മെസ്സേജസ് സെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് മാത്രം ചെയ്യുള്ളൂ?
DTP മെസ്സേജസ് റിസീവ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അല്ലാണ്ട് ഓപ്പോസിറ്റ് ആളെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഹലോ DTP ട്രങ്ക് ആവാൻ വരൂ എന്ന് പറയാനുള്ള കഴിവ്, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ഓട്ടോ മോഡിനില്ല. ആരെങ്കിലും പോരുന്നോ എന്ന് ചോദിച്ചാൽ മാത്രം എന്തായിരിക്കും, അങ്ങ് പോയിക്കളെ അല്ലേ. ഞാൻ പണ്ടുള്ള ക്ലാസ്സിൽ പറയാറൊക്കെ ഉണ്ട്. നമ്മൾ പണ്ടുള്ള വയലൻസ് ഡേ കൂടിയാണ്. ഓക്കെ, പണ്ടൊക്കെ നമ്മള് ഞാൻ പറയാ നീ പറയാ അല്ലെ, ലവ് അല്ലെ, പറയാന്നൊക്കെ പറയും. അങ്ങനെ പറയാതെ പോകും. എന്റെ കാലഘട്ടത്തിലോ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു സ്മൈലി അയച്ച് എല്ലാം റെഡി ആണല്ലോ. നമ്മളൊക്കെ 90s കിഡ്സ് അല്ലേ. ആ സമയത്തൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കും കുറച്ചുപേരെങ്കിലും. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും 40 years old ആണ്. നിങ്ങൾ എല്ലാവരും എന്നെക്കാളും താഴെയാണ് അല്ലെ. പറഞ്ഞോ. ആ സൈനികന് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഫീലായിരിക്കും. ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചു. കോളേജിലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതൊക്കെ വേറെ കാര്യം. ഓക്കെ, അപ്പം ആ ഒരു മോഡ്. ഓക്കെ, ആദ്യത്തെ വർഷം എനിക്ക് പറയാൻ പറ്റിയില്ല. പേടിച്ച് പേടിച്ച് വറച്ച് സംസാരിക്കും. രണ്ടാമത്തെ വർഷം എന്റെ അവളെ പറഞ്ഞത്. ഓക്കെ, അപ്പം അത് ഞാൻ പറയാതെ പോയിരുന്നെങ്കിൽ ഈ ഓട്ടോ മോഡ് പോലെ തന്നെ രണ്ട് സൈഡും ഞാൻ പറയാം അവള് പറയാൻ പറ്റിയിരുന്നെങ്കിൽ കോളേജ് കഴിയും, അടുത്ത വിദഗ്ധന്മാർ വന്ന് എന്ത് ചെയ്യും, അടുത്ത വലിയിടും, അതങ്ങനെ പോകും അല്ലെ. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഓട്ടോ മോഡ് ആണെങ്കിൽ DTP എന്ത് ചെയ്യില്ല, മാരേജ് നടക്കില്ല എന്ന് പറഞ്ഞ പോലെ എന്താണ്, അവിടെ DTP റൺ ചെയ്യില്ല, ട്രങ്ക് നടക്കില്ല. അപ്പം രണ്ട് സൈഡും ഒരിക്കലും എന്താവാൻ പാടില്ല, ഓട്ടോ ആവാൻ പാടില്ല. ആരെങ്കിലും ഒരാളെങ്കിലും എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് എന്തായിരിക്കണം, ഡിസേബിൾ ആയിരിക്കണം. അയാൾ എന്ത് ചെയ്യും, ഇനീഷ്യേറ്റ് ചെയ്യും. ഞാൻ ചെയ്ത പോലെ എന്ത് ചെയ്യും, ഇനീഷ്യേറ്റ് ചെയ്യും, നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ നമുക്ക് റിപ്ലൈ വരുന്നു. അങ്ങനെ എന്താവുന്നു, നല്ല രീതിയിൽ സക്സസ് ആയിട്ട് അവസാനിക്കുന്നു പറയുന്ന പോലെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മോഡുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നോ നെഗോഷിയേറ്റ് മോഡ്. ഈ ട്രങ്കാവ DTP നല്ല കാര്യം തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സ്വിച്ചിങ് നെറ്റ്വർക്കിനകത്ത് ഓൾറെഡി നിങ്ങൾ ട്രങ്കൊക്കെ ചെയ്തെല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ ഏതെങ്കിലും ഒരുത്തം പോകുമ്പോൾ അതിലേ പോകുന്ന സമയത്ത് അയാൾ എടുത്തിട്ട് ഒരു കേബിൾ എടുത്ത് എന്ത് ചെയ്യുന്നു, ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടാവില്ല. റിയൽ ടൈം ട്രാക്ക് ആണെങ്കിൽ ഇമാജിൻ ചെയ്യുക, ആരെങ്കിലും നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചുമ്മാ ഒരു ക്രോസ് കോൾ എടുത്ത് എന്ത് ചെയ്യുന്നു, രണ്ട് സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കൂടി എന്തായി മാറും, ട്രങ്കായി മാറില്ലേ. ട്രങ്കായി മാറില്ലേ, മാറും. അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ STP ഒക്കെ പഠിക്കാൻ പോകുന്നുള്ളൂ. STP, PVST, RSTP, MST അതൊക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവും. ഒരു ചുമ്മാ ഒരു കേബിൾ കണക്ട് കഴിഞ്ഞാൽ ആ സ്വിച്ചിങ് നെറ്റ്വർക്കിന് എന്ത് സംഭവിക്കും. STP എന്താണെന്ന് കേട്ടിട്ടുണ്ടോ, സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ. കേട്ടില്ലെങ്കിൽ നമ്മൾ ഡെപ്തായി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. എനിവേ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ് കിടക്കുന്ന പോർട്ടുകൾ നമ്മൾ VLAN-ലോട്ട് ആഡ് ചെയ്യാത്ത പോർട്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ VLAN 10, 20 ഇന്നലെ നമ്മൾ ആഡ് ചെയ്തു അല്ലെ. അതിനകത്ത് 21, 22, 23 ആ 3 പോർട്സ് എന്തായിരുന്നു, ഫ്രീ ആയി കിടക്കായിരുന്നു. ഏതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിലോട്ടാണ് ഈ കേബിൾ എടുത്ത് കണക്ട് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും, ട്രങ്ക് ആവില്ലേ ഓട്ടോമാറ്റിക്കലി, DTP റൺ ചെയ്യില്ലേ. അപ്പൊ അവിടുത്തെ അഡ്മിൻ എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ബാലൻസ് വരുന്ന പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ കേബിൾ കണക്ട് ചെയ്താൽ നെഗോഷിയേറ്റ് ആവണ്ട. മനസ്സിലായോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. DTP നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയി കിടക്കുന്ന പോർട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഫോർ സേഫ്റ്റി അത് നല്ലൊരു കാര്യമല്ലേ. അവിടുത്തെ അഡ്മിനായിട്ടുള്ള താങ്കളാണെങ്കിൽ എന്ത് ചെയ്യുക, താങ്കൾ ബാലൻസ് ചെയ്യുന്ന പോർട്ട് തൽക്കാലം ഡിസേബിൾ ചെയ്തിടുക. അതായത് നോ നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ DTP അവിടെ എന്ത് ചെയ്യില്ല, ഫംഗ്ഷൻ ഉണ്ടാവില്ല. കേബിൾ എടുത്ത് കണക്ട് ചെയ്താൽ ശരി, എന്ത് ചെയ്താലും ശരി, എന്ത് സംഭവിക്കില്ല, ട്രങ്ക് ഉണ്ടാവില്ല. അപ്പൊ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് മോഡാണ് നോ നെഗോഷിയേറ്റ് മോഡ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇപ്പൊ DTP എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിനകത്ത് മോഡുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഏതെല്ലാം സിറ്റുവേഷനിൽ ട്രങ്ക് ആവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ സിനാരിയോ നോക്കാം. ഫസ്റ്റ് സിനാരിയോ, രണ്ട് സൈഡും ഡൈനാമിക് ഡിസേബിൾ ആണ്. ട്രങ്ക് ആവോ ഇല്ലയോ, ഇവിടെയും ഡിസേബിൾ ആണ്, ഇവിടെയും ഡിസേബിൾ ആണ്. ഡിസേബിൾ എന്താ പ്രത്യേകം ഉള്ളത്, DTP മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഒരു സിനാരിയോക്കകത്ത് യെസ്. ഇനി അതേപോലെ തന്നെ ഒരു സൈഡ് ഡിസൈറബിളും മറുവശത്ത് ഓട്ടോ ആണെങ്കിൽ എന്ത് സംഭവിക്കണം, യെസ്. ഡിസൈറബിൾ മോഡിന് എന്തിനുള്ള കഴിവുണ്ട്, നെഗോഷിയേറ്റ് കഴിവില്ലേ. നമ്മൾ പ്രേമത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, രണ്ട് സൈഡ് ഓട്ടോ ആണെങ്കിൽ അല്ലേ പറയാതെ പോകുന്നത്. ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഒരാൾ അത് റിസീവ് ചെയ്യുന്നു. ഇയാൾക്ക് എന്തെങ്കിലും കഴിവ് മാത്രമേ ഓട്ടോ മോഡിന്, റിസീവ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കും, ട്രങ്ക് സംഭവിക്കും. ഇനി അടുത്ത മോഡ് നോക്കാം. ഡൈനാമിക് ഡിസൈറബിളും മറുവശത്ത് എന്താണ്, മാനുവൽ ട്രങ്ക്. നമ്മൾ ഇന്നലെ കൊടുത്ത പോലെ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്ന് വിചാരിക്കുക. അവിടെ എന്ത് സംഭവിക്കും, മാനുവൽ ട്രങ്ക് ആണെങ്കിലും DTP റൺ ചെയ്യും. ഒരു സൈഡ് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അവിടെ നെഗോഷിയേറ്റ് ചെയ്യും. സോ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും, ട്രങ്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സൈഡ് ഓട്ടോയും ഒരു സൈഡ് മാനുവൽ ട്രങ്ക് ആണെങ്കിലോ,
ഡ്രങ്ക് ചെയ്യും. തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? മാനുവൽ ട്രങ്കിന് ഡ്രങ്ക് നെഗോഷിയേറ്റ് ചെയ്യണം. ചെയ്യാനുള്ള കഴിവുണ്ട്, ട്രങ്ക് ആവും. ഇനി അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോ ട്രങ്ക് എന്നൊക്കെ. ഓക്കെ, ഒരു സൈഡിൽ ഡൈനാമിക് ഓട്ടോയും മറുവശത്ത് ഡൈനാമിക് ഓട്ടോ ആണെങ്കിലോ രണ്ടോട്ടയാണ് നടക്കില്ല. നടക്കില്ല. റിസീവ് ചെയ്യാൻ അതന്നെ മാത്രമേ പറ്റുള്ളൂ. അതന്നെ അതന്നെ അതന്നെ. ഇനി ഒരു സൈഡിൽ ഓട്ടോയും മറു സൈഡ് മാനുവൽ ആക്സസ് എന്ന് ഓട്ടോ മോഡ് മീൻസ് നമ്മുടെ ആക്സസ് മോഡ് ആണെങ്കിലോ ആക്സസ് മോഡ് ഒരിക്കലും എന്ത് സപ്പോർട്ട് ചെയ്യില്ല? ട്രങ്ക് സപ്പോർട്ട് ചെയ്യോ? സിംഗിൾ വീല മാത്രം കടത്തിവിടുന്ന സപ്പോർട്ട് മോഡാണ്, ചെയ്യില്ല. സപ്പോർട്ട് ചെയ്യില്ല. ഇനി ഒരു സൈഡിൽ ഡിസൈറബിളും മണ്ടത്തരങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്ത് സംഭവിക്കില്ല? ഒരു സൈഡിൽ ഡിസൈറബിളും മറുവശത്ത് ആക്സസ് മോഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല? ട്രങ്ക് സംഭവിക്കില്ല. ഏതെല്ലാം സാഹചര്യത്തിലാണ് DTP റൺ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓൾറെഡി നമ്മൾ മാനുവൽ ട്രങ്ക് കൊടുത്തിട്ട് ട്രങ്ക് ആക്കി കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈറബിൾ മോഡും ഓട്ടോ മോഡും രണ്ട് സൈഡ് ഓട്ടോ ആക്കിയിട്ട് ട്രങ്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അതിന്റെ കമാൻഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കമാൻഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തു. ഒരു പോർട്ടിനെ ഓട്ടോ മോഡ് അതായത് ഡൈനാമിക് ഓട്ടോ ആക്കാനും ഡൈനാമിക് ഡിസേബിൾ ആക്കാനും യൂസ് ചെയ്യുന്ന കമാൻഡാണ് സ്വിച്ച് പോർട്ട് മോഡ്. ഡൈനാമിക് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ കൊടുക്കുക, ഡിസേബിൾ വേണമെങ്കിൽ ഡിസേബിൾ കൊടുക്കുക. ഈ താഴെ ടു ക്രിയേറ്റ് നെഗോഷിയേറ്റ് പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പോർട്ടിനെ നെഗോഷിയേറ്റ് ആക്കുമ്പോൾ ഒന്നുകിൽ അതിനെ മാനുവലി ട്രങ്ക് ആക്കുക അല്ലെങ്കിൽ ആക്സസ് മോഡ് ആക്കുക. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ നോ നെഗോഷിയേറ്റ് മോഡാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ലാബ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു സിനാരിയോ 2 VLAN 1020 വെച്ച് നമുക്ക് ശേഷം ശേഷം വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ട്രങ്കിലൂടെ പോകുമ്പോൾ വരച്ചിട്ടില്ല. ട്രങ്കിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച പ്രകാരമാണെങ്കിൽ VLAN 10ഉം 20 ഉണ്ടായിരുന്നില്ലേ? ഞാനിക്കകത്ത് ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ടോപ്പോളജി. ഇതിലൂടെ ഈ പോർട്ടിലൂടെ എന്തൊക്കെ പാസ് ചെയ്യായിരുന്നു? VLAN 10ഉം 20ഉം പാസ് ചെയ്തു അല്ലെ? ഞാൻ പറയുവാണ് ഇന്ന് തൽക്കാലം VLAN 10കൾ തമ്മിൽ എന്ത് ചെയ്യണ്ട? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. VLAN 20കൾ തമ്മിൽ എന്ത് ചെയ്തോട്ടെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രങ്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർമിറ്റ് ഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരുപാട് വീലാനുകൾ ഉണ്ടെങ്കിൽ ഇത് തൽക്കാലം VLAN 10കൾ തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അല്ല ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമാൻഡ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതാണ് ട്രങ്കിങ്ങിനകത്ത് നമുക്ക് ലാസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അതിനുള്ള കമാൻഡാണ് ഈ കാണുന്നത്. ചെറിയ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വേർഡ് ഇതിൽ സാർ എക്സിറ്റ് ആയാലോ? സാർ എക്സിറ്റ് ആയല്ലേ? അരുണാണ് ഇപ്പം ഹോസ്റ്റ്. ഇത് ആഡ് ചെയ്യണോ അല്ലേ? സാറിന് ആഡ് ചെയ്യണോ അല്ലേ? അല്ല സാർ ചിലപ്പോ ആക്കിയിട്ട് പോയതായിരിക്കും, എന്തെങ്കിലും എമർജൻസി പോയതായിരിക്കും. സാറ് മെസ്സേജ് ഉണ്ട് ഗ്രൂപ്പിൽ, കണക്ഷൻ ഫെയിലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞേ? ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയായിരുന്നു. പോർട്ടിന്റെ കാര്യം പറഞ്ഞിട്ട്, അല്ല ഡ്രങ്കിന്റെ കാര്യം പറഞ്ഞിട്ട്, ഡ്രങ്ക് കണക്ഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. എന്തോ അത്
ഒരു മിനിറ്റ്. അതായത് ട്രങ്ക് അലോ ചെയ്തേക്കുന്ന പോർട്ടുകൾ തമ്മിൽ നമുക്ക് വീലാൻസിനെ ഫിൽട്ടർ ചെയ്യാന്നുള്ള ഇപ്പൊ മൾട്ടിപ്പിൾ വീലാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ വീലാനിനെ മാത്രമായിട്ട് നമുക്ക് ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ വീലാനുകളെ അലോ ചെയ്യാം, അങ്ങനെ ഫിൽറ്ററിങ് കൊടുക്കാം. അതായത് ഇപ്പൊ സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് വീലാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തേക്കുന്ന ഐ ഡി നമ്മൾ വീലാൻ ഐ ഡി ബൈ ഡിഫോൾട്ട് അത് കൊടുത്തില്ലെങ്കിൽ എല്ലാ വീലാനുകളും ഇത് ചെയ്യും. മറ്റേ സ്വിച്ച് പോർട്ട് അലൗഡ് വീലാന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വീലാന്റെ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ വീലാൻ മാത്രമാണ് ട്രങ്കിൽ കൂടെ അലവ് ആവുക. അല്ല ടോപ്പോളജിയിൽ എന്താ പറഞ്ഞ ടോപ്പോളജിയുടെ ഇത് കാണിച്ചിട്ട് ടോപ്പോളജി കാണിച്ചില്ലായിരുന്നോ? ഞാൻ അന്നേരം മാറിപ്പോയി. ടോപ്പോളജി കാണിച്ചത് ആ ട്രങ്ക് ഏതൊക്കെ സിനാരി വരുമ്പോൾ ട്രങ്ക് ആക്റ്റീവ് ആവുമെന്നാണ് കാണിച്ചത്. ആണല്ലേ? ആ ഇപ്പോൾ ഒരു എൻഡിൽ ഡൈനാമിക്കും അല്ല ഒരു എൻഡിൽ ഓട്ടോയും ഒരു എൻഡിൽ ഡിസേബിളും വന്നാൽ ഇത് ട്രങ്ക് പോട്ട് ആക്റ്റീവ് ആവുമെന്ന പറഞ്ഞത്. ആ അത് കണ്ടായിരുന്നു. അത് ഞാൻ ടോപ്പോളജി വന്നപ്പോൾ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണിച്ചില്ലെന്നാണ് തോന്നുന്നത്. ആ ടോപ്പോളജി ഇപ്പൊ സാറ് ഇപ്പൊ സാർ എക്സിറ്റ് ആവുന്നതിന് മുമ്പ് ടോപ്പോളജി കാണിച്ചിട്ടുണ്ടല്ലേ? മറ്റേ സിസ്റ്റവും ഇതെല്ലാം ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ചെയ്യാൻ പോണുള്ളൂ. ഇതിപ്പോ എങ്ങനെ ആഡ് ചെയ്യും? രണ്ടാമത് സാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കണോ ആഡ് ആവാനായിട്ട്? നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പൊ ഞാൻ ഏതൊരു പറഞ്ഞു ഇത് പറഞ്ഞായിരുന്നോ? ടോപ്പോളജി കാണിച്ചിരുന്നു. ഇങ്ങനെ കാണിച്ചല്ലേ? അപ്പോ നോർമലി നമ്മുടെ ഈ കാണുന്ന 24 എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് അടുത്ത സ്വിച്ചിലോട്ട് എന്ത് പോകുന്നത്? വീലാൻസ് എല്ലാം കടന്നു പോകുന്നത് അല്ലെ? എത്ര വീലാൻ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ടോപ്പോളജിക്കകത്ത് വീലാൻ 10 20 മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും പോകുന്നത് ഏത് വഴിയാ? 24 വഴിയാണ് ഒരു സ്വിച്ചിൽ നിന്ന് അടുത്ത സ്വിച്ചിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. യെസ്. അപ്പം ഞാൻ പറയുവാണ്, ഇന്ന് തൽക്കാലം അക്കൗണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്യണ്ട? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. എന്ന് വെച്ചാൽ VLAN 10 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട. VLAN 20 തമ്മിൽ എന്തായാലും സെയിൽസ് തമ്മിൽ എന്ത് ചെയ്തോട്ടെ? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ. ഇതെല്ലാം നമുക്ക് എവിടെ പറയാൻ പറ്റും? ഒരു ട്രങ്ക് പോർട്ടിനകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില സാഹചര്യം നമുക്ക് ആവശ്യം വന്നേക്കാം. സ്വിച്ച് ടു സ്വിച്ച് പോകുന്ന സമയത്ത് തൽക്കാലം VLAN 10 തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. ഓക്കെ, VLAN 20 മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിൽറ്ററിങ്ങിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യെസ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എവിടെ കയറിയിട്ട് കോൺഫിഗർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ടോപ്പോളജി പ്രകാരമാണെങ്കിൽ 24 എന്ന് പറയുന്ന പോർട്ടിനകത്ത് കയറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡസൻ അലോ VLAN 20 ഫ്രം സ്വിച്ച് 2 ടു സ്വിച്ച് 1. സ്വിച്ച് 2-ൽ നിന്നും സ്വിച്ച് 1-ലോട്ട് VLAN 20-നെ എന്ത് ചെയ്യണ്ട? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട കമാൻഡ്, ഞാൻ സ്വിച്ച് 2 തന്നെ ചൂസ് ചെയ്യാനുള്ള കേസ് എന്താ? പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് സോഴ്സ് ഏതാണ്? സ്വിച്ച് 2. ഡെസ്റ്റിനേഷൻ എന്താണ്? സ്വിച്ച് 1 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെയാണോ സോഴ്സ് അവിടെ കയറി പറയുന്നത് ഏറ്റവും ബെറ്റർ. അപ്പൊ ഞാൻ സ്വിച്ച് 2-ന്റെ ഇന്റർഫേസിനകത്ത് കയറി 24-നകത്ത് കയറിയിട്ട് സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് VLAN എക്സെപ്റ്റ് കണ്ടോ? VLAN 20 ഒഴികെ ബാക്കിയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി? അലോ ചെയ്താൽ മതി. അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? ഏത് VLAN പറഞ്ഞു കൊടുക്കാം. VLAN വേണമെങ്കിൽ നമുക്ക് പുതിയൊരു VLAN ആഡ് ചെയ്യാം, അലോ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും പെർമിറ്റ് ചെയ്യാം. ഒരാളെ വേണമെങ്കിൽ ഒഴിവാക്കാം. ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. ഓൾറെഡി ഉള്ള ആൾക്കാർ വേണമെങ്കിൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. നമ്മുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ താഴെ തന്നു. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്ന ലാബ്. ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ലാബിലോട്ട് കിടക്കാൻ പോവാണ്. വേർഡ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വേർഡ് ഇപ്പോൾ നമ്മൾ VLAN 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം അലൗഡ് ആവും. അലോ ചെയ്യാനായിട്ടല്ലേ? എക്സാമ്പിൾ വേർഡിന്റെ സ്ഥാനത്ത് പറഞ്ഞു അത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അതിനാ ആ നമ്പർ വെച്ച് കൊടുക്കുക. അപ്പൊ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമല്ലോ. മനസ്സിലായോ? അത് മാത്രമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? മീൻസ് അത് പഠിക്കാൻ പിന്നെയുണ്ട്. ഒരാളെ പെർമിറ്റ് ചെയ്താലും ഡിനേ ചെയ്താൽ ബാക്കിയുള്ളവരും ഡിനേ ആവുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഓക്കെ, അതിന് വിളിക്കുന്നവരാണ് ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ്. പഠിക്കാനുണ്ട്, അത് പിന്നീട് പഠിക്കാണ്. ആ സമയത്ത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ആരെയാണ് നമ്മൾ അലോ ചെയ്യുന്നത് അവർ മാത്രം കഴിഞ്ഞാൽ ബാക്കി താഴെ വരുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക് എന്താവും? ഡിനേ ആവും. ഓക്കെ, ഞാൻ ക്വസ്റ്റിനോട് കിടക്കുകയാണ്. നമ്മുടെ ലാബിലോട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലാബ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് ലാബ് ഒന്ന് ബിൽഡ് ചെയ്യേണ്ടി.
ഓൾറെഡി ടങ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, PC to PC ഒന്ന് അപ്പാവട്ടെ. അപ്പായതിനു ശേഷം നമുക്ക് PC to PC നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിങ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, VLAN 20 തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ്. യെസ്, അല്ല അതിന് മുമ്പ് നമുക്ക് എന്ത് നോക്കണം, DTP നോക്കണം. ഓക്കെ, ഡൈനാമിക് ട്രങ്ക് പ്രോട്ടോകോൾ നോക്കണം. അത് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് അപ്പായി വരട്ടെ, എന്നിട്ട് നമുക്ക് ആ കമാൻഡ് ഒന്ന് അടിച്ച് ചെക്ക് ചെയ്യാം. യെസ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു PC ന്ന് അടുത്ത മറുവശത്തുള്ള ഒരു PC യിലൂടെ നമുക്കൊന്ന് കണ്ടിന്യൂസ് പിങ്ങിങ് ഇട്ടേക്കാം. കണ്ടിന്യൂസ് പിങ്ങിങ് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താ, അറിയാൻ പാടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തോളാം. ഡെസ്റ്റിനേഷൻ PCയുടെ IP 192.168, മറുവശത്ത് 1.3 അല്ലേ, 1.3 3 4. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിങ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ, നമ്മൾ ട്രങ്ക് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഡിസ്കണക്ട് ആവുമല്ലോ. 2 സൈഡ് ഓട്ടോ ആവുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ പാടില്ല അല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ, ഒരു സൈഡിൽ മാറ്റിയിടാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായോ. റിസൾട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി, ഡയറക്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പഹേനൊന്ന് ഡ്രാഗ് ചെയ്ത് ആകൂലേ. സാർ 1.3 എന്ന് പറയുന്നത് VLAN 10 അല്ലേ? നമ്മൾ ട്രങ്ക് എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 1.3 കിട്ടുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് DTP ആണ്. ഒരു സൈഡിൽ ഡൈനാമിക് ഡിസേബിൾ ആക്കി മാറ്റുന്നു, മറുവശത്ത് ഓട്ടോ ആക്കുന്നു, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുന്നു. അത് ഇവിടെ ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ട്രങ്ക് ഇല്ല എന്നല്ലേ മീൻ ചെയ്യുന്നത്. ആ ട്രങ്ക് അവിടെ ആക്റ്റീവ് അല്ല. ഞാൻ വിചാരിച്ചത് ആ VLAN 20 ബ്ലോക്ക് ചെയ്യാൻ. അല്ല, അത് ഇത് ശേഷം നമുക്ക് വന്ന ഫ്ലോയിൽ തന്നെ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു തീരുമാനമാക്കട്ടെ, ഇപ്പൊ സൈഡിൽ നിൽക്കുന്നില്ലല്ലോ. രണ്ട് സെയിം കൺസോൾ നോക്കുന്നു. മുമ്പ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4 വിൻഡോ ആണെങ്കിൽ 4 പീസായി വരുന്നത്. ഓക്കെ, സെന്റിലായിരുന്നില്ല, സ്ലേവനൊക്കെ ആയപ്പോൾ എനിവേ നമുക്ക് സാധനം ഒരു സൈഡിൽ ഉണ്ടായത്. എനിവേ PC തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ നമുക്കൊരു കാര്യം ഉറപ്പായി, ഓക്കെ. എനേബിൾ ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്കറിയാം മാനുവൽ മോഡാണ് കിടക്കുന്നത് അല്ലേ, മാനുവൽ ട്രങ്ക് ആണ് കിടക്കുന്നത്. ഇന്റർഫേസ് F0/24 കയറിയിട്ട് നമുക്ക് ഒരു സൈഡ് എന്താക്കാം, ഡൈനാമിക് ഡിസേബിൾ ആക്കാം. എന്തായിരുന്നു കമാൻഡ്, സ്വിച്ച് പോർട്ട് കമാൻഡ് നോക്കി പറയൂ, സ്വിച്ച് പോർട്ട് ട്രങ്ക് എന്താണ് കമാൻഡ് ഒന്ന് പറയൂ. മോഡ് ട്രങ്ക് അല്ല മോഡ് ട്രങ്ക് അല്ല, മോഡ് ഡൈനാമിക് ഡിസേബിൾ. അപ്പം ഒരു സൈഡ് അതെ, നമുക്കിപ്പോ ആക്സസ് ആക്കിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമുക്കറിയാം, അതാക്കണ്ട. നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന മെത്തേഡ് നോക്കാം. സ്വിച്ച് പോർട്ട് മോഡ് ഡൈനാമിക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, ആ പോർട്ട് എന്തായി മാറി, ഡൈനാമിക് ആയി മാറി. ചെക്ക് ചെയ്ത് നോക്കാം, ഡു സ്പേസ് ട്രങ്ക്. അവിടെ ഒരു ടൈം ഔട്ടൊക്കെ വന്നുണ്ടോ, അത് കൺവേർട്ട് ആവുന്ന ഒരു ടൈമാണ്. ഇവിടെ എന്തായി മാറി, മോഡ് കാണുന്നില്ല എല്ലാവർക്കും.
ഡിസേബിൾ ആയി മാറി. മോഡ് എന്ന് മാറി ഡിസേബിൾ ആയി. മറുവശത്ത് എന്താണ്? മാനുവൽ ട്രങ്ക്. ഇപ്പൊ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കണം? ഡിഗെയിൻ ട്രങ്ക് ആവണ്ടേ? ആ നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു സൈഡ് ഡൈനാമിക് ഡിസേബിൾ ആണെങ്കിലും മറുവശത്ത് ഓട്ടോ ആണെങ്കിലും ട്രങ്ക് ആണെങ്കിലും എന്ത് സംഭവിക്കണം? ട്രങ്ക് ആവണം. ഇതേ ട്രങ്ക് ആയി അഗൈൻ. പിന്നെയും കമ്മ്യൂണിക്കേഷൻ വന്നുണ്ടോ? ആണെന്നില്ലേ? യെസ്. അതാ ആ മറുവശത്ത് പോയിട്ട് സ്വിച്ച് 2-നകത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ എന്ത് ചെയ്യാം? ഒന്ന് മോഡ് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താക്കാം? ഓട്ടോ ആക്കി നോക്കാം. ഓട്ടോ ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു സൈഡിൽ ഡിസൈറുള്ളതും മറുവശത്ത് ഓട്ടോ ആണെങ്കിൽ ട്രങ്ക് ആവും ഇല്ലയോ? ഓട്ടോണ്ട് ആവും. ആവും. സ്വിച്ച് ബോർഡ് മോഡ് ഡൈനാമിക് ഓട്ടോ. പിന്നെ മറുവശത്ത് എന്താക്കി? ഓട്ടോ ആക്കി മാറ്റി. ഡു ഷോ ഇന്റർഫേസ് ട്രങ്ക്. ടൈമൗട്ടായി. അവിടെ മോഡ് ഓട്ടോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ തീയറി പ്രകാരം ഓപ്പോസിറ്റ് ഇപ്പോൾ ഡിസൈറബിളും ഇവിടെ എന്താണ്? ഓട്ടോ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാണാം. ട്രങ്ക് ആവണം. Okay. നോക്കാം. എന്തായിട്ടുണ്ട്? ട്രങ്ക് ആയിട്ടുണ്ട്. ആയിരുന്നു. ഓൾറെഡി മാനുവലി രണ്ട് സൈഡും ട്രങ്ക് ആയതുകൊണ്ടാണ് ഇന്നലെ ട്രങ്ക് ആയത്. അത് ചെക്ക് ചെയ്യണം ഇനി. ആവശ്യമില്ലല്ലോ. ഈ രണ്ട് സൈഡ് നമുക്ക് എന്താക്കാം? ഓട്ടോ ആക്കിയാലോ? ഇപ്പൊ ഓൾറെഡി ഇവിടെ ഓട്ടോ ആണ് അല്ലേ? ഇവിടെ എന്താണ്? സ്വിച്ച് 2-നകത്ത് ഓൾറെഡി ഓട്ടോ ആണ്. സ്വിച്ച് 1-നകത്ത് പോയിട്ട് ഓട്ടോ ആക്കിയാൽ അവർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രങ്ക് ആവാൻ പാടില്ല. എന്താക്കുന്നു? ഓട്ടോ ആക്കുന്നു. ഇവിടെ എന്തായിട്ടുണ്ടാവും? ഓട്ടോ ആയിട്ട്. ട്രങ്കേ പോയി കണ്ടോ? അവിടെ ട്രങ്ക് ഇല്ല ഇപ്പോ. രണ്ട് സൈഡ് ഓട്ടോ ആയപ്പോ ട്രങ്ക് ഉണ്ടോ? ട്രങ്ക് പോയി. ട്രങ്ക് ഡിസേബിൾ ആയി. ഇനി നമുക്ക് ഒരു സൈഡ് ഞാൻ പറഞ്ഞ എന്താണ്? ഒരു സൈഡ് ഓട്ടോയും മറുവശത്ത് മാനുവൽ ട്രങ്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ട്രങ്ക് ആവും. യെസ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. രണ്ട് സൈഡ് ഓട്ടോ, ഒരു സൈഡ് ആക്സസ് മോഡ് എങ്ങാനും വരികയാണെങ്കിൽ മാത്രം എന്ത് സംഭവിക്കുള്ളൂ? ട്രങ്ക് ആവാതിരിക്കുള്ളൂ. ഏതെങ്കിലും ഒരു സൈഡ് ആക്സസ് മോഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താവില്ല? ട്രങ്ക് ആവില്ല. അപ്പൊ നമുക്കിത് മാനുവലി എന്ത് ചെയ്യാം? ഒരു സൈഡ് മോഡ് ട്രങ്ക് കൊടുക്കാം. മാനുവൽ ട്രങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ മാനുവൽ ട്രങ്കും ഓപ്പോസിറ്റ് ഓട്ടോ ആണ് കിടക്കുന്നത്. ട്രങ്ക് ആവോ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. DTP സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ആവും. 50 സപ്പോർട്ട് ചെയ്യുന്നതിന്റെ വിശ്വാസം നോക്കാം. ഇന്റർഫേസ് ട്രങ്ക്. യെസ്. ടൈം എടുത്താലും ഇല്ലോളം താമസിച്ചാലും കണക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. മോഡ് ഓൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? മാനുവൽ ട്രങ്ക്. യെസ്. പറഞ്ഞ തീയതി പ്രകാരം ഓക്കെ ആയിട്ടുണ്ട്. ഒരു സൈഡിൽ മാനുവൽ ട്രങ്കും മറുവശത്ത് ഓട്ടോ ആയിരുന്നു. വർക്ക് ആയിട്ടുണ്ട്. ഇനി ആക്സസ് ആയി കഴിഞ്ഞാൽ എന്തായാലും വർക്ക് ചെയ്യില്ല എന്നറിയാം. ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്യാം. DTP എന്താവില്ല? വർക്ക് ആവില്ല. പോർട്ട് മോഡ് ഒരു സൈഡിൽ മാനുവൽ ട്രങ്കും മറുവശത്ത് അല്ല, ഒരു വശത്ത് ഇപ്പൊ മറ്റു സൈഡ് എന്താണ്? ഓട്ടോ അല്ലേ? ഒരു സൈഡിൽ ഓട്ടോയും മറുവശത്ത് ആക്സസ് മോഡും വർക്ക് ആവില്ല. റൈറ്റ്? ഇപ്പൊ എല്ലാ മോഡും നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ആ നോ നെഗോഷിയേറ്റ് മോഡ് കൂടി ഒന്ന് കൊടുത്തിട്ട് അതിലോട്ടൊന്ന് കേബിൾ കണക്ട് ചെയ്യാം. ഇതിനകത്ത് പാക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ GNS ചെയ്ത് കാണിക്കാറ്. നമുക്ക് ഇതിനെ പഴയ പോലെ നമുക്ക് ട്രങ്ക് ആക്കാം. ഓക്കെ. ഇതിനെന്താക്കാം? മാനുവലി നമുക്ക് ട്രങ്ക് ആക്കാം. മോഡ്
അപ്പോൾ ഒരു സൈഡിൽ ഓട്ടോയും മറുവശത്ത് ട്രങ്ക് ആയിട്ടുണ്ട്. ട്രങ്ക് ആക്റ്റീവ് ആവണം. നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ടൈം ഡിലേ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുണ്ടോ? ഇത്ര ടൈം ഡിലേ വരുന്നില്ലേ? പഴയ കമ്മ്യൂണിക്കേഷനായി. ഓക്കെ, എന്നോട് ഇതും ചോദിച്ചാണോ അവിടെ സംസാരിച്ചാണോ? ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഓൾറെഡി ട്രങ്ക് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇഷ്ടമുള്ള ഒരു പോർട്ടിനെ, അതായത് നമുക്കൊരു 23 പറയുന്ന പോർട്ടിനെ നമുക്ക് എന്താക്കാം, നോ നെഗോഷിയേറ്റ് ആക്കി മാറ്റാം. ഇതിന് ശേഷം അവിടെ ക്രോസ് കേബിൾ എടുത്ത് കണക്ട് ചെയ്താൽ വർക്ക് ആവും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ഇന്റർഫേസ് F0/23 എന്താണ്? ഫ്രീ ആയി കിടക്കുന്ന പോർട്ടാണ്, ഒരു വീലനകത്ത് ഇല്ലാത്തൊരു പോർട്ടാണ്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്വിച്ച് പോർട്ട് മോഡ് ഒന്നുകിൽ ആക്സസ് ആക്കുക, എന്നതിന് ശേഷം പോർട്ട് നോ നെഗോഷിയേറ്റ് ഇങ്ങനെ കൊടുത്താൽ വർക്ക് ആവുള്ളൂ. ഒരു പോർട്ടിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ബാലൻസ് ആയിരിക്കും. ഫ്രീ ആയി കിടക്കുന്ന എല്ലാ പോർട്ടിനകത്തും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 23 കാതാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ട്രങ്ക് ആവും ചുമ്മാ ചെക്ക് ചെയ്യാം. ഒരു സൈഡ് മാത്രം കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോപ്പോളജിക്കകത്ത് ഒരു കണക്ഷൻ കൂടി ഞാൻ കൊടുക്കുകയാണ്. 23 കണക്ഷൻ കൊടുക്കുകയാണ്. ഈ 23 നമ്മൾ ഓൾറെഡി നെഗോഷിയേറ്റ് ആക്കിയിട്ടുണ്ട്. മറുവശത്തെ 22 തന്നെ കൊടുക്കാം. പറയുന്ന പോർട്ടാണ്. ഓക്കെ, ഓറഞ്ച് കളറിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരം വെയിറ്റ് ചെയ്യാം. എന്തായാലും ട്രങ്ക് ആവില്ല എന്ന കാര്യം ഉറപ്പാണ്. നോക്കാം. നമ്മൾ ഒരു സൈഡ് ഡിസേബിൾ ചെയ്തു, DTP ഡിസേബിൾ ചെയ്തു, മറുവശത്ത് ട്രങ്ക് ആയിട്ടും കാര്യമില്ല അല്ലേ? ബാലൻസ് വരുന്ന പോർട്ടുകളെല്ലാം പിടിച്ച് എന്ത് ചെയ്യാം, ഇപ്പൊ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ നമുക്ക് ഈ മെയിൻ കണക്ഷൻ എന്ത് ചെയ്യാം, ഒന്ന് ഡിലീറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ആവും നോക്കാം. ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തത് 24 ആണ്. ഈ നിലവിലുള്ള കണക്ഷൻ 23 ആണ്. ഓക്കെ, നമ്മുടെ പിങ് എന്ത് കിട്ടണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ട്രങ്ക് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടണം. കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യണം. ഒരു സൈഡിൽ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, നെഗോഷിയേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഷോ കമാൻഡ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനിക്കാം. ഷോ ഇന്റർഫേസ് ട്രങ്ക് ഇല്ല അല്ലേ? ട്രങ്ക് പോയി. ബിക്കോസ് നമ്മൾ ആ പോർട്ട് എന്താക്കി മാറ്റി, നോ നെഗോഷിയേഷൻ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ DTP പാസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പൊ DTP എന്താന്നുള്ള കാര്യം ക്ലിയർ ആയി മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ എഗെയിൻ നമുക്ക് പഴയ പോലെ ട്രങ്ക് ആക്കാം. ട്രങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഇന്റർഫേസ് ഡിലീറ്റ് ചെയ്തിട്ട് ഓൾറെഡി ട്രങ്കുള്ള പോർട്ട് കണക്ട് ചെയ്താൽ മതി അല്ലേ? ഓൾറെഡി നമ്മൾ ട്രങ്ക് ആക്കി വെച്ച 24 ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ അവർ നമ്മൾ എന്ത് ചെയ്തോളും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതൊന്ന് മാറ്റിയത്. കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോസ് ചെയ്യാൻ തോന്നുന്നു. റിക്വസ്റ്റ് അങ്ങോട്ടാണ് തനിയെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോളും. ഒരു ട്രങ്ക് ആക്കിയല്ലേ അങ്ങോട്ട് പോയേ. ടൈം ഡിലേ വരുന്നുണ്ട്. ട്രങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പഴയപോലെ ട്രങ്ക് ആയി. അപ്പൊ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്താലോ? അതിന് സിൻടാക്സ് ഒന്ന് എടുത്ത് വെച്ച്, ക്വസ്റ്റ്യന്റെ സിൻടാക്സ് ഒന്ന് എടുത്ത് വയ്ക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് നമുക്ക് പിങ് അടിച്ച് വെക്കണ്ടേ. VLAN 20 VLAN 20 പോകുന്ന കണക്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യുന്നത്. അപ്പൊ അവർക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിങ് ഇട്ട് വെക്കാം. പിങ് 192.168.2. മറുവശത്തോട്ട് 3 കണ്ടിന്യൂസ് പിങ് കിട്ടാൻ വേണ്ടിയിട്ട് പിങ് കഴിഞ്ഞിട്ട് ഒരു -T ഇട്ട് കൊടുക്കുക. -T. സാധാരണ ഈ -T പറയുന്നത് ലാസ്റ്റിൽ കൊടുക്കാം ഒറിജിനൽ PC ആണെങ്കിൽ. പാക്കറ്റ് ട്രേസർ സപ്പോർട്ട് ചെയ്യും, ഒറിജിനൽ ഇത് സപ്പോർട്ട് ചെയ്യും. പിങ് -T കൊടുത്ത് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ
കൺട്രീസിൽ എന്തായിരിക്കും അത് പിങ്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്വിച്ച് 2-നകത്ത് കയറുന്നു. PC2 കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 24-നകത്തെന്ന് വിചാരിക്കുന്നു. കൺഫേം. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്തായിരുന്നു? സ്വിച്ച് പോർട്ട് trunk allowed VLAN. ആൻസർ എന്തായിരുന്നു? VLAN 20. പോർട്ട് trunk allowed VLAN അല്ല, ഒരു കമാൻഡ് എക്സെപ്റ്റ് എന്നല്ലേ? എക്സെപ്റ്റ് VLAN 20 എന്നല്ലേ? Accept. സ്വിച്ച് പോർട്ട് trunk allowed VLAN except 20. അതായത് 20-നെ മാത്രം എന്ത് ചെയ്യേണ്ട, അലോ ചെയ്യേണ്ട, ബാക്കിയുള്ളവർ അലോ ചെയ്തിട്ടേ. യെസ്, അവർ തമ്മിൽ കണക്ഷൻ പോയി. പക്ഷേ ആരും തമ്മിൽ കണക്ഷൻ പോയിട്ടില്ല. VLAN 10-കകത്തിരിക്കുന്ന PC തമ്മിലുള്ള കണക്ഷൻ പോയിട്ടില്ല. നോക്കാം, രണ്ടോ ടൈം വെയിറ്റ് ചെയ്യാം. VLAN 10-കൾ തമ്മിലുള്ള കണക്ഷൻ അപ്പായി. റൈറ്റ് സൈഡ് എന്തായിരുന്നു? VLAN 20 ആയിരുന്നില്ലേ? VLAN 20-കകത്തിരിക്കുന്ന PC-കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു റൈറ്റ് സൈഡ് ഉണ്ടായിരുന്നത്. അത് ഡിസേബിൾ ആയി. VLAN 20-കൾ തമ്മിൽ എന്തായി? ആക്റ്റീവ് ആയി. ഇനി ഞാൻ എല്ലാവരും ആലോചിച്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് കൊടുത്തത് അലോഡ് VLAN കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഞാൻ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി റിജക്ട് ചെയ്ത VLANs എല്ലാം എന്താവണം? ആക്റ്റീവ് ആണ്. അത് ഇല്ലി തിങ് ആണ്. നിങ്ങൾ ഫ്രീ ആയിരിക്കും ചെക്ക് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഐഡിയയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ ആയി. ഞാൻ നേരത്തെ റിജക്ട് ചെയ്ത ആളെന്തായി? ഹലോ ആയി. ഇനി ഞാൻ അവിടെ കയറിയിട്ട് ആരും വേണ്ട. ഓക്കെ, ആരും തന്നെ കമ്മ്യൂണിക്കേഷൻ വേണ്ട. എന്ത് കൊടുത്താൽ മതി? നണ്ണ് കൊടുക്കുക. നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം പോയി. ഒരു VLANും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, പരസ്പരം. ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പൊ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ഒരുപാട് VLANs ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം നോക്കിയിരുന്നു. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇനി നമ്മള് ട്രങ്കിൽ നിന്നെല്ലാം മാറി കുറച്ച് വ്യത്യസ്തമായി വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവരും ടോപ്പ് ചെയ്തു അല്ലേ? ഓക്കെ, നമുക്ക് എല്ലാവരും എന്ത് ചെയ്യണം? ആലോചിക്കാം. അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഈ കാണുന്ന കമാൻഡിന്റെ ഫ്രണ്ടിൽ നോന്ന് കൊടുത്താലും മതി. അത് പഴയ പോലെ ആയിക്കോളും. ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ അലോഡ് VLAN ഓൾ കൊടുത്തതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നോന്ന് കൊടുത്താലും മതി. കമ്മ്യൂണിക്കേഷൻ അയക്കാം. മീൻസ് ആ ഒരു റിക്വസ്റ്റ് ഇട്ടത് കംപ്ലീറ്റ് റിമൂവ് ആയിക്കോളും. അവിടെ പിന്നായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാലോ അല്ലേ? പെട്ടെന്ന് ചെയ്യാം. ഒരു ചെറിയ ലാബ്. ഓക്കെ, അടുത്ത ഹെഡിങ് നമുക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ഇന്റർ VLAN റൗട്ടിംഗ്. ഇന്റർ VLAN. ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് എന്താ ചെയ്തേ? ഡിഫറെന്റ് VLANകൾ അല്ലെ? VLANകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയാക്കി. ഇനി ഏതെങ്കിലും സിറ്റുവേഷനകത്ത് നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കേണ്ടി വന്നാൽ അത് ഏതെല്ലാം രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മുടെ മൊഡ്യൂളാണ് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, നമ്മളപ്പം വ്യത്യസ്തമായി വരുന്ന VLANകൾ തമ്മിൽ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് ഇന്റർ VLAN റൗട്ടിംഗ്. എക്സാമ്പിൾ VLAN 10-ഉം 20-ഉം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? തൽക്കാലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനകത്തൊരു അവസാനത്തെ 2 മെത്തേഡേ ഉള്ളൂ. ആദ്യത്തെ മെത്തേഡ് നമ്മുടെ DTT നെറ്റ്വർക്ക് അക്കാഡമിയിലെ മെത്തേഡ് എന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പം ഇന്റർ VLAN റൗട്ടിംഗ് എന്താണ് നമ്മുടെ ടാസ്ക്? വ്യത്യസ്തമായി വരുന്ന VLANകൾ പരസ്പരം ബൈ ഡിഫോൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ബട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ ഏതെല്ലാം രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം? ഫസ്റ്റ് വൺ എന്താ കൊടുത്തിരിക്കുന്നത്? സെപ്പറേറ്റ് ഫിസിക്കൽ ഗേറ്റ്വേ ഓൺ റൗട്ടർ.
രണ്ടാമത് യൂസിങ് സബ് ഇന്റർഫേസസ്, വിളിക്കുന്ന പേര് റൗട്ടർ ഓൺ സ്റ്റിക്ക്. മൂന്നാമത് യൂസിങ് ലെയർ 3 സ്വിച്ച്. ലെയർ 3 സ്വിച്ച് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും? ലെയർ 2ഉം സപ്പോർട്ട് ചെയ്യും, ലെയർ 3ഉം സപ്പോർട്ട് ചെയ്യില്ലേ? യെസ്. അപ്പൊ ഒരു മൾട്ടി ലെയർ സ്വിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? അതാണ് SVI, സ്വിച്ച്ഡ് വിർച്വൽ ഇന്റർഫേസ് പറയുന്നത്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോ എന്റെ ചോദ്യം ഇതായിരുന്നു. ജസ്റ്റ് ഇത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇങ്ങനെ ഒരു സിനാരിയോ ഞാൻ കൊടുത്തു. ഓക്കെ, സിനാരിയോ ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു സിനാരിയോ കൊടുത്തു. അതായത് നമുക്ക് റൗട്ടറിന്റെ സഹായം ഇല്ലാതെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഈ ഒരു ടോപ്പോളജിക്കകത്ത് നമ്മുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേ, ഒരു റൗട്ടറിൽ 2 ലാൻ ഇന്റർഫേസ് ഉണ്ട്. F0/0 പറയുന്ന ലാൻ ഇന്റർഫേസും, ജസ്റ്റ് തിങ്ക് ചെയ്യുക, ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. F0/0 പറയുന്ന ഇന്റർഫേസും F0/1 എന്ന് പറയുന്ന ഇന്റർഫേസും ഉണ്ട്. 2 ലാൻ പോർട്ടുകളാണ് എവിടെയുള്ളത്? നമ്മുടെ റൗട്ടറിനകത്തുള്ളത്. പറയുന്ന ക്വസ്റ്റ്യൻ. എന്നാൽ എന്റെ കയ്യിൽ എന്തുണ്ട്? VLAN 10 ഉണ്ട്, VLAN 20 ഉണ്ട്. ഞാൻ ചോദിച്ചു, ഈ 2 VLANകളെ തമ്മിൽ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ സാധിക്കുമോ ഇല്ലയോ എന്ന് പറയാം. ഒന്ന് ട്രൈ ചെയ്തേ. എനിക്ക് VLAN 10 ഉണ്ട്, VLAN 20 ഉണ്ട്. രണ്ടും ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ആണ്. ഒരെണ്ണം 10 സീരീസ് ആണ്, ഒരെണ്ണം 20 സീരീസ് ആണ്. അതും ഡിഫറെന്റ് VLANകളാണ്. എന്നാൽ എന്റെ റൗട്ടറിനകത്ത് എന്തുണ്ട്? 2 ലാൻ ഇന്റർഫേസ് ഉണ്ട്. ഓക്കെ, ഐഡിയ കിട്ടിയോ? 2 ലാൻ ഇന്റർഫേസ് ഉണ്ട്. ഇവരെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സാധിക്കും. എങ്ങനെ? റൗട്ടിംഗ് എനേബിൾ ചെയ്താൽ പോരെ? വേണ്ട, റൗട്ടറിനകത്ത് ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആയിരിക്കും. മീൻസ് റൗട്ടിന്റെ ഇത്. പക്ഷെ ഒരു റൗട്ടിംഗ് വേണ്ട, സ്റ്റാറ്റിക് റൂട്ടോ അങ്ങനെ ഒന്നും വേണ്ട. ഒരു ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെ ആവശ്യമില്ല. പക്ഷെ രണ്ടും ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ആണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ സ്വിച്ചിനകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുക? VLAN 10ഉം VLAN 20ഉം ക്രിയേറ്റ് ചെയ്യുക. അതിലോട്ട് പോർട്സ് എന്ത് ചെയ്യുക? 1 to 10 ആഡ് ചെയ്യുക. പോയിന്റ് മനസ്സിലായോ? 1 to 10 നിങ്ങൾ ചെയ്യുക. അതിനുശേഷം വളരെ സിമ്പിൾ ട്രിക്കാണ്. ഈ കാണുന്ന ഇന്റർഫേസ് നിങ്ങൾ എന്തായാലും ഒരു പോർട്ടിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇതും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് പോർട്ട് 10.1 എന്ന് പറയുന്ന കണക്ഷൻ കൊടുത്തിരിക്കുന്ന പോർട്ട് ഏതിനകത്ത് വരുന്ന പോർട്ട് ആയാലും മതി. VLAN 10 വന്നാൽ മതി. VLAN 10 വരുന്ന ഏതിൽ പോർട്ട് 1ഉം 10 നമ്മൾ ഉപയോഗിച്ചു, ഏതിൽ 5 എന്തെങ്കിലും കൊടുത്തു തരും. അത് നമ്മുടെ VLANന്റെ ഭാഗമായാൽ മതി. അപ്പൊ നേരെ നമ്മുടെ റിക്വസ്റ്റ് അങ്ങോട്ട് പോകും. 10.1 എന്താണ്? നമ്മുടെ PCയുടെ എല്ലാവരുടെയും എന്താണ്? എന്തായിട്ട് കൊടുക്കണം? ഗേറ്റ്വേ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 10.2. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗേറ്റ്വേ ഇവിടെയും കാണാം. 20.1 ഇവിടെ IP ചെയ്ത് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ 20.2ഉം 3 VLAN 10 പോലെ. അപ്പൊ ഗേറ്റ്വേ നമുക്ക് എന്ത് കൊടുക്കണം? 1 സെറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ റിക്വസ്റ്റ് നേരെ ഏത് ഗേറ്റ്വേയിലോട്ട് പോകും? നമ്മുടെ റൗട്ടിലോട്ട് പോകും. റൗട്ടിന്റെ പണി തന്നെ എന്താണ്? ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാന്നല്ലേ? റൗട്ടിന്റെ വർക്ക് എന്താണ്? ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാം. സോ ഒരു അഡീഷണൽ ടാസ്ക് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞു, VLANകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്, ബൈ ഡിഫോൾട്ട് ഉള്ള മെത്തേഡ്. അത് രണ്ടിന്റെ സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ നമുക്ക് ചെയ്യാം. പക്ഷെ റൗട്ടറിനകത്ത് എത്ര ഇന്റർഫേസ് ഉണ്ടായിരിക്കണം? 2 ലാൻ പോർട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന മെത്തേഡ്സ് ആയിട്ടുള്ള റൗട്ടർ ഓൺ സ്റ്റിക്കും സ്വിച്ചിനെ കുറിച്ചുള്ള ഇന്റർഫേസും നമുക്ക് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വിച്ചിലോട്ട്, റൗട്ടറിന് സ്വിച്ചിലോട്ട് വന്നിരിക്കുന്ന കണക്ഷൻ 10.1 കണക്ട് ചെയ്തിരിക്കുന്ന കണക്ഷൻ VLAN 10 എന്ത് ചെയ്യുക? ആ VLAN 10 വരുന്ന ഏതെങ്കിലും ഒരു പോർട്ടോട്ട് കണക്ട് ചെയ്യുക. അതേപോലെ 20.1 വരുന്ന കണക്ഷൻ VLAN 20 വരുന്ന 11 to 20 വരുന്ന ഏതെങ്കിലും ഒരു പോർട്ടോട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. പറഞ്ഞു ലോജിക് കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഒന്നിന്റെ സഹായം ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് ഉള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പറഞ്ഞോളൂ. ഒന്നോട് പറയോ? കത്തിയില്ല. ഇപ്പോ നമ്മുടെ PCകൾക്ക് നമ്മൾ 10.1 ഒരു IP കൊടുത്തിട്ടില്ലേ? താഴെ നോക്കി റെഡ് കളർ ഞാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ആ 10.1 എന്താണ്? ആരുടെ IP യാ?
റൗട്ടറിന്റെ F0/0 പറഞ്ഞ ഇന്റർഫേസ് IP അല്ലേ? അതേപോലെ 20.1 ആരുടെ IP ആ? നമ്മുടെ റൗട്ടറിന്റെ F0/20.1 ആണ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ ഗേറ്റ് വേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും ഏത് ഐപ്പിനെ റീച്ച് ചെയ്യാൻ ശ്രമിക്കും? 10.1 അപ്പൊ നേരെ നമ്മുടെ റിക്വസ്റ്റ് എവിടെ എത്തും? 20.1 നിന്നും വരുന്ന പീസുകളെല്ലാം എവിടെ എത്തും ഓട്ടോമാറ്റിക്കലി? 20.1 എത്തും. അപ്പം ഈ റൗട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യല്ലേ? അതെ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്യും. അപ്പൊ VLAN 10 തിരിക്കുന്ന ആൾക്കാർക്ക് VLAN 20 VLAN 20 തിരിക്കുന്ന ആൾക്കാർക്ക് VLAN 10 പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സർ റൗട്ടറിൽ എങ്ങനെയാണ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്? റൗട്ടർ പറയുന്ന ഡിവൈസ് തന്നെ എന്താണ്? ഡിഫറെന്റ് നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്നല്ലേ? അതിനകത്ത് 2 IP വന്നിട്ടുണ്ടെങ്കിൽ ആ 2 IP നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. എക്സാമ്പിൾ നമ്മൾ റൗട്ടറിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇതൊരു ലൂബാക്ക്, ഇതൊരു ലൂബാക്ക്. ഈ കാണുന്നത് 10.1, ഈ കാണുന്നത് 20.1. ഈ 2 ലൂബാക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? ബിക്കോസ് അത് സെയിം റൗട്ടിനകത്ത് വരുന്നതാണ്, സെയിം കോൺസെപ്റ്റ്. അത് ഇവിടെ എന്തായി മാറിയെന്നേ ഉള്ളൂ? F0/0 ആയി മാറി. ഇവിടെ എന്താ മാറി? F0/1 ആയി മാറി. നമ്മളത് റൗട്ട് ചെയ്യണ്ടേ? റൗട്ടിങ് ഒന്നും ചെയ്യണ്ട, ഒരു അക്ഷരം പറഞ്ഞു കൊടുക്കാം. IP അഡ്രസ് മാത്രം എനേബിൾ ചെയ്താൽ മതി. അത് സെയിം ഡിവൈസിനകത്ത് വരുന്ന 2 ഡിഫറെന്റ് നെറ്റ്വർക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് വേണ്ട? റൗട്ടിംഗ് പ്രോട്ടോകോൾസ് വേണോ? വേണ്ട. ഡിഫറെന്റ് നെറ്റ്വർക്ക്സ്, അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ നെറ്റ്വർക്കിലോട്ട് പോവാൻ നമുക്ക് എന്ത് വേണം? എന്തെങ്കിലും റൗട്ടിംഗ് ചെയ്ത് പറ്റും. റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. സ്റ്റാറ്റിക്കോ EIGRP OSPF വേണ്ടി വരും. പക്ഷെ ഈ 2 ആൾക്കാരും എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഈ പോയിന്റിലോട്ടും ഈ പോയിന്റിലോട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടും. നമുക്ക് റൗട്ടിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ സ്വന്തം 2 കൈകൾ പോലെ കിടക്കുന്നതാ. ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റർഫേസസ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് വേണ്ട. നിങ്ങൾക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണ്, ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു ലൊക്കേഷനാണ്, വേറൊരു നെറ്റ്വർക്കിലോട്ട് പോകുന്നതാണ്. ഇത് എന്റെ അണ്ടറിൽ തന്നെയുള്ള 2 ഇന്റർഫേസസ് ആണ്, എന്നിൽ കണക്ട് ആയിരിക്കുന്ന സാധനമാണ്. അപ്പൊ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട? ഒരു റൗട്ടിങ്ങിന്റെ ആവശ്യമില്ല. അടുത്ത ദിവസം നമുക്ക് ലാബ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാവും. അതിന്റെ മതി, വേറൊന്നും വേണ്ട. ഇതിനകത്ത് ഞാൻ സിൻടാക്സ് കൊടുത്തു. ഞാൻ അടുത്ത ദിവസം എന്തായാലും നമുക്ക് ലാബ് ചെയ്ത് നോക്കാം. ചെറിയ കൺഫ്യൂഷൻ ആർക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ലാബ് ചെയ്തിട്ട് അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യുള്ളൂ? മെയിൻ ലാബിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് റൗട്ടറിനകത്ത് കയറിയിട്ട് F0/0 എന്ത് കൊടുക്കുക? 10.1 എന്ന് പറയുന്ന IP കൊടുക്കുക. അതെല്ലാവർക്കും അറിയില്ല കൊടുക്കാനായിട്ട്. F0/1 20.1 എന്ന് പറയുന്ന IP കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ അവിടെ ചെയ്യരുത്. ഓക്കെ, പിന്നെ നേരെ നിങ്ങൾ സ്വിച്ചിനകത്ത് വന്നിട്ട് VLAN 10 ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലേ? അറിയാം. റൗട്ടറിൽ കയറിയിട്ട് F0/ ഇന്റർഫേസ് കൊടുക്കുക, അതിന് IP ആഡ് ചെയ്യുക. അത് റൗട്ടറിനകത്ത് അത്രേ ഉള്ളൂ. റൗട്ടറിനകത്ത് 2 ഇന്റർഫേസിന് IP മാത്രം കൊടുക്കുക, വേറെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ സ്വിച്ചിലോട്ട് വന്നിട്ട് VLAN 10 ക്രിയേറ്റ് ചെയ്യുക, അതിൽ 1 to 10 പോർട്ട് ആഡ് ചെയ്യുക, VLAN 20 ക്രിയേറ്റ് ചെയ്യുക, പേര് കൊടുക്കുക. അതുപോലെ ഇവിടെ 11 to 20 കൊടുക്കുക. അതുപോലെ ഇവിടെ PC-യുടെ IP ഇവിടെ 20.2 എന്ന് കൊടുക്കണേ. 20.2 ഇതെന്താണ്? 20.3. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം എല്ലാവരും. ഇവിടുത്തെ പോലെ തന്നെ 10.2 10.3. ബിക്കോസ് ഇവിടെ ഞാൻ 20.1 ഓൾറെഡി എന്തിനു കൊടുത്തിട്ടുണ്ട്? F0/1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എഗൈൻ ആ IP ഇവിടെ വരാൻ പാടില്ലല്ലോ താഴെ PC-ക്ക്. ഇവിടെ 2 ആക്കി മാറ്റാം, ഇവിടെ 3 ആക്കി മാറ്റാം. VLAN 10 20 ക്രിയേറ്റ് ചെയ്യുക, അതിലോട്ട് പോർട്ട് ആഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബട്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ വരുന്ന പോർട്ട് ഏത് VLAN അണ്ടറിലായിരിക്കണം? 1 to 10 വരുന്ന VLAN അണ്ടറിലായിരിക്കും കൊടുക്കേണ്ടത്. ഈ കാണുന്ന പോർട്ട് എന്ന് പറയുന്നത് 20.1 എന്ന് വരുന്ന പോർട്ട് എന്ന് പറയുന്നത് എവിടെ കൊടുക്കണം? ബിറ്റ്വീൻ 11 to 20 വരുന്ന പോർട്ടിനകത്തായിരിക്കും കൊടുക്കണം. ഇത്ര മാത്രം ചെയ്ത് നോക്കിയാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് കാണിച്ചു തരാം. ചെയ്ത് തന്നെ കാണിച്ചു തന്നിട്ട് നമ്മുടെ മെയിൻ ലാബായിട്ടുള്ള റൗട്ടർ ഓൺ സ്റ്റിക്ക് ഈ കാണുന്ന ലാബിലോട്ടും അതുപോലെ തന്നെ SVയിലോട്ടും ഞാൻ ജമ്പ് ചെയ്യും. ഓക്കെ, പിന്നെ അതിനുശേഷം അഡ്വാൻസ് ലെവൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ബേസിക് ലെവലിൽ തന്നെ നിൽക്കുന്നത്. പതിയെ പതിയെ നമുക്ക് അഡ്വാൻസ് ലെവലിലോട്ട് ജമ്പ് ചെയ്യാനുണ്ട്. നമ്മൾ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് CCNA ലെവലിൽ റൗട്ടർ ഓൺ സ്റ്റിക്ക് എന്ന് പറയുന്ന ലാബ് മാത്രമേ ചെയ്യുള്ളൂ, അടുത്തത് ചെയ്യില്ല. അത് NP ലെവലിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിക് ജമ്പ് ചെയ്ത് പോകുന്നത്. മനസ്സിലായി? നമ്മൾ CCNA-ക്കകത്ത് ചിലപ്പോൾ ഇതിനകത്ത് ഈ 3 ഓപ്ഷനകത്ത് ഏത് ഒരെണ്ണം മാത്രമേ ചെയ്യുള്ളൂ. CCNP റൗട്ടിംഗിലോട്ട്, അതായത് എന്റർപ്രൈസ് ലെവൽ വരുന്ന സമയത്ത് നമ്മൾ അതിന് താഴെ വരുന്ന കാര്യം കൂടി ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫില്ലായിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? എന്നെക്കകത്ത് ചെറിയ പോർഷൻ, ഇതിനകത്ത് അതിന്റെ ബാലൻസ് വരുന്ന പോർഷൻ കൂടി പഠിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഒന്ന് ചെയ്ത് നോക്കാം. പറ്റിയ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരുള്ളൂ. ഓക്കെ, ഞാൻ പറയുമ്പോൾ അധികം ഡൗട്ട്സ് വരില്ല. നിങ്ങൾ ചെയ്ത് നോക്കണം.